ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹായ് എവരിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 6 മാസം കൊണ്ട് ഡിഗ്രി ചെയ്യാം എന്നുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾക്കും ഇവിടെ കുറേ എൻക്വയറീസ് വരാറുണ്ട്. സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, 6 മന്ത് കൊണ്ട് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ, ഇനി ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുമോ എന്നിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ? യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സിനാരിയോ അനുസരിച്ച് നമുക്കൊരു ഡിഗ്രി പ്രോഗ്രാം എന്നത് 3 years ആണ്. ഈ 3 years ഡിഗ്രി പ്രോഗ്രാം എങ്ങനെയാണ് 6 മന്ത് ആവുക? കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ, ഒരു 6 മന്ത് ഡിഗ്രി ഒക്കെ എത്രത്തോളം പോസിബിൾ ആണെന്നും. ഇനി നിങ്ങൾ +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിക്ക് കയറി, നമുക്ക് പെട്ടെന്നൊരാഗ്രഹം വരികയാണ് ഒരു ഡിഗ്രി ചെയ്യണമെന്ന്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ പൊസിഷന് വേണ്ടിയിട്ട്, അതായത് ഹയർ പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി വേണമെന്ന് പറയാണ്. അങ്ങനെ വരുമ്പോൾ ഏതൊരാളും നോർമലായിട്ട് ചിന്തിക്കുന്നത് കുറഞ്ഞ ഡ്യൂറേഷനിൽ ഒരു ഡിഗ്രി ചെയ്യണമെന്നായിരിക്കും. അങ്ങനെയാണ് ഒരു 6 മന്ത് ഡിഗ്രി പ്രോഗ്രാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 മന്ത് ഡിഗ്രി പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. 6 മന്തിന്റെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട്, ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ജോബിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുമ്പോഴോ നല്ലൊരു കമ്പനിക്ക് അറിയാം ഇത് നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണോ എന്ന്. സോ ഇതൊരു റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസേ ഉണ്ടാവുള്ളൂ. കാരണം UGC പ്രകാരം, UGC എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പ്രകാരം ഒരു ഡിഗ്രി പ്രോഗ്രാമിന് 3 years ആണ് ജേർണി. ഈ 3 years ജേർണി വെറും 6 മന്ത് കൊണ്ട് നമുക്ക് പോസിബിൾ അല്ല. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കോഴ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് പഠിത്തം മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവല്ലോ. ഇങ്ങനെയുള്ള ആളുകൾ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ എന്താ ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ടാണ് ക്യാരി ഫോർവേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് IGNOU പോലുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഡിഗ്രി എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, മറക്കണ്ട. ഒരു ഡിഗ്രി എടുക്കുമ്പോൾ ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ് വാലിഡ് ആയിട്ടുള്ള ഏത് ഡിഗ്രി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെ കളയുന്നത് പോലെ ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.